എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ അല്ലേ, റേഡിയസ് എത്രയാണ് 4 സെൻറ്റിമീറ്റർ ആണ്. ഒരു സർക്കുലർ കോയിലുണ്ട്, അതായത് വട്ടത്തിന് സർക്കുലർ ഷേപ്പിലൊരു കോയിലുണ്ട്, അതിൻ്റെ റേഡിയസ് എത്രയാണ് 4 സെൻറ്റിമീറ്റർ ആണ്. അതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കുറേ ചുറ്റികളുണ്ട്, ഒരു ചുറ്റല്ല കുറേ ടേൺസ് ഉണ്ട്. അപ്പോൾ 20 ടേൺസ് ആണ് അവിടെ ഉള്ളത്. 20 ടേൺസ് ആണ് നമ്മൾ സർക്കുലർ കോയിലുള്ളത്. കേരീസ് എ കറണ്ട് ഓഫ് 3 ആംപിയർ, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 3 ആംപിയർ അല്ലെ, ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കറണ്ട് 3 ആംപിയർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി. അതൊരു മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു സ്ഥലത്താണ് ഈ കോയിലെടുത്ത് വെച്ചത്. മാഗ്നറ്റിക് ഫീൽഡ് 0.5 വെബർ ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. SI യൂണിറ്റ് തന്നെയാണ്, ടെസ്ലയുടെ മറ്റൊരു ഫോമാണ് വെബർ പെർ മീറ്റർ സ്ക്വയർ. ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ കോയിൽ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, ഒരു കോയിലിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ഫോമിൽ നമുക്കറിയാം N×I×A ആണ്. അപ്പോൾ N×I×A, അപ്പോൾ ഇസിക്കൽ ടു N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, നമ്പർ ഓഫ് ടേൺസ് 20 അല്ലേ, ഇൻറ്റു കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 3. ഏരിയ തന്നിട്ടില്ല, ഏരിയ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് 20 × 3 60 ഇൻറ്റു പൈ ഇൻറ്റു r². r എന്ന് പറയുക 4 ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക, മീറ്റർ ആക്കുക, കാരണം എല്ലാ SI യൂണിറ്റിലാണ് നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ മറക്കരുത്. അപ്പോൾ 4 ഇൻറ്റു സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 10⁻⁻² ദ ഹോൾ സ്ക്വയർ ചെയ്യുക അല്ലേ. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക, 60 പൈ ഇൻറ്റു ഇവിടുത്തെ 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു 10⁻⁻4 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, 60യെ 16 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക 60 × 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം എത്രയായിരിക്കും, 960 ആണ് കേട്ടോ. 960 ഇൻറ്റു നോക്കുക, 960 എന്ന് കിട്ടും. ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്കൊരു 3.14 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻറ്റു 10⁻⁻4. ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, ഇത് ഏകദേശ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതിയാവും. അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 960 × 3 ചെയ്താൽ മതി. 3.14 കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ 960 × 3 ചെയ്യുമ്പോൾ കിട്ടുക 2880 എന്നാണ് കേട്ടോ കിട്ടുക. 2800 ഇൻറ്റു 10⁻⁻4 എന്നായിരിക്കും കിട്ടുക. അതായത് ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് 10⁻⁻4 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 0.288 എന്ന് കിട്ടും. നമ്മൾ 3 ആണ് കൊടുത്തത്, 3.14 ആണ് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആൻസർ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ 0.288ൻ്റെ അടുത്ത് വരുന്ന ആൻസർ ഏതാണ്, 0.3 അല്ലേ. അപ്പോൾ 0.3 നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ, കാരണം നമ്മൾ 3.14 കറക്റ്റായിട്ട് കൊടുത്തില്ല. കറക്റ്റായിട്ട് ആൻസർ കിട്ടണമെങ്കിൽ 3.14 കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി, MCQ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്രോക്സിമേറ്റ് ചെയ്ത് സമയം ലാഭിക്കാനായി ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 0.288നേക്കാൾ കുറച്ച് കൂടിയ വാല്യൂ ഏതാണോ അത് കൊടുക്കുക. അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല കേട്ടോ. മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N ഉം I ഉം A യും മാത്രം മതിയാവും.